നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. കൊടും ക്രൂരതകളെ തുടർന്ന് ലോകതലത്തിൽ ഒറ്റപ്പെട്ട ഇസ്രായേലിനെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു. യുദ്ധമന്ത്രിസഭയുടെ കടും പിടുത്തമാണ് സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതെന്നും ബൈഡൻ വിമർശിച്ചു. ഗസയിൽ നടക്കുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രായേലിന് ആഗോള പിന്തുണ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടെന്നും നെതന്യാഹുവിന് ബൈഡൻ മുന്നറിയിപ്പ് നൽകി. ഹമാസിന് തിരിച്ചടി നൽകുന്നതിൽ തെറ്റില്ല, എന്നാൽ പാലസ്തീനിലെ നിരപരാധികളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. അതേസമയം ഇസ്രായേലിനുള്ള ആയുധ കൈമാറ്റത്തിൽ അമേരിക്ക മാറ്റം വരുത്തില്ല എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN പ്രമേയം ഇസ്രായേൽ തള്ളി. ഹമാസിന് മാത്രം ഗുണം ചെയ്യുന്ന നടപടിക്ക് ഒരുക്കമല്ലെന്ന് നെതന്യാഹുവിന്റെ വക്താവ് അറിയിച്ചു. 153 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഹമാസിനെ വിമർശിക്കാത്ത പ്രമേയം UN പാസാക്കിയത്. പ്രമേയത്തെ എതിർത്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 10 രാജ്യങ്ങളാണ് രംഗത്തെത്തിയത്. ബ്രിട്ടനും ജർമ്മനിയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രമേയം നടപ്പാക്കാൻ UN ബാധ്യതയില്ലെന്നിരിക്കെ ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഖാൻ യൂനിസ്, ജബാലിയ, ഷുജായിയ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടൽ അതീവ രൂക്ഷമായി തുടരുകയാണ്. കരയുദ്ധത്തിൽ 8 സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്നും 21 പേർക്ക് പരിക്കേറ്റതായും സൈന്യം അറിയിച്ചു. മധ്യ ഗസയിൽ അൽഖുസ് ബ്രിഗേഡുമായി ചേർന്ന് 15 സൈനികരെ അടുത്തുനിന്ന് ആക്രമിച്ചതായി അക്കസാം ബ്രിഗേഡ് പറഞ്ഞു. സയനിസ്റ്റ് സൈനികരുടെ ശ്മശാന ഭൂമിയായി ഗസ മാറുമെന്ന പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പുലരുകയാണെന്നും അൽഖസാം ബ്രിഗേഡ് പറഞ്ഞു. അതിനിടെ തെക്കൻ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. ഗസയിൽ ആരോഗ്യമേഖല അപ്പാടെ തകർന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 11 ആശുപത്രികൾ മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. ഹൂതി ഭീഷണി തുടരുന്ന ചെങ്കടലിലേക്ക് ഇസ്രായേൽ സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് 4 യുദ്ധക്കപ്പലുകൾ കൂടി അയച്ചു. ജനീൻ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി തുടരുകയാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. നിരവധി പേരെ സേന പിടിച്ചുകൊണ്ടുപോയി. വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുല്ല നടത്തുന്ന കനത്ത ആക്രമണങ്ങളിലും മാറ്റമില്ല. എന്നാൽ ആര് പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഗാസ യുദ്ധം തുടരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇസ്രായേൽ. പ്രധാന പിന്തുണക്കാരനായ അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദത്തിന് വിധേയമായതിനെ തുടർന്നാണ് ഇസ്രായേൽ തന്റെ നയം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഗാസ യുദ്ധം തുടരാനുള്ള ദൃഢനിശ്ചയം തങ്ങൾക്കുണ്ടെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഒക്ടോബർ 7 പാലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് യുദ്ധം ആരംഭിച്ചത്. ഹമാസ് ആക്രമണത്തിൽ 1200 ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 18,600-ലധികം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. അതിനിടെ ചൊവ്വാഴ്ച വെടിനിർത്തലിനുള്ള നോൺ ബൈൻഡിംഗ് പ്രമേയത്തെ UN ജനറൽ അസംബ്ലി പിന്തുണച്ചു. എന്നാൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ ഗാസയെ ബാധിച്ചുവെന്നും ഏറ്റവും വലിയ നഗരകേന്ദ്രമായ ഗാസ സിറ്റിയിലും തെക്കൻ ഖാൻ യൂനിസിലും റഫയിലും വലിയ നാശനഷ്ടമുണ്ടായി എന്നുമാണ് റിപ്പോർട്ട്. ഗാസയുടെ വടക്ക് അഷ്ദോദ് നഗരത്തിലും ഖലീഷ് മേഖലയിലും സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതിനിടെ ഗാസയിലെ യുദ്ധത്തിന്റെ സമയക്രമം ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കെയായിരുന്നു ജേക്ക് സള്ളിവന്റെ പ്രതികരണം. അതേസമയം ഇസ്രായേൽ ഹമാസ് ഉടമ്പടിയുടെ തകർച്ചയ്ക്ക് ജേക്ക് സള്ളിവൻ ഹമാസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹമാസ് സ്ത്രീകളെയും പ്രായമായവരെയും സാധാരണക്കാരെയും പിടിച്ചു നിർത്തുന്നത് തുടരുന്നുവെന്നും അതിനാൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നുമായിരുന്നു സള്ളിവൻ പറഞ്ഞിരുന്നത്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കക്കാരുടെ കുടുംബാംഗങ്ങളെ വൈറ്റ് ഹൌസിൽ വെച്ച് കാണാനുള്ള ശ്രമത്തിലാണ്. പിറന്ന മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണിപ്പോൾ സമാനതകളില്ലാത്ത വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്നത്. ഗസയെ മരുപ്പറമ്പാക്കി മാറ്റി ഇസ്രായേൽ കൂട്ടുകുരുതി തുടരുകയാണ്. മൃതദേഹങ്ങൾ കബറടക്കാൻ കൂടി സ്ഥലമില്ലാതെ നിസ്സഹായരാവുകയാണ് പാലസ്തീനികൾ. ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് മുതൽ വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്തവരിൽ ഭൂരിഭാഗവും ജബലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് അഭയം തേടിയത്. ഇതിനടുത്തുള്ള മാർക്കറ്റ് കൂട്ടക്കുഴിമാടമാക്കിയിരിക്കുകയാണ് ഗസവാസികൾ. ഇസ്രായേൽ നരനായാട്ടിൽ ഗസയിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 18,000 കവിഞ്ഞിരിക്കുകയാണ്. പട്ടിണിയും പരിവട്ടവും അനുഭവിക്കുന്ന ഒരു ജനത അഭയമില്ലാതെ നെട്ടോട്ടമോടുന്നതിനിടയിൽ ആക്രമണം നിർത്താൻ ഒരുക്കമല്ലെന്നാണ് ഇപ്പോഴും ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ ഏറ്റവും അപകടം പിടിച്ച ഇടമാണ് ഗസയെന്ന് യൂണിസെഫ് വിലയിരുത്തുന്നു. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ 1147 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുന്നത്. വടക്കൻ ഗസ കൂടാതെ തെക്കൻ ഗസയും ഇസ്രായേലിന്റെ ബോംബിങ്ങിന് മുന്നിലാണ്. ഇവിടങ്ങളിൽ നിന്നുള്ള ശരിയായ വിവരങ്ങൾ, ആശയവിനിമയ മാർഗങ്ങൾ തകർക്കപ്പെട്ടതിനാൽ പുറത്തു വരുന്നില്ല. ആക്രമണം നിർത്താൻ ഭാവമില്ലെങ്കിൽ ബന്ദികളെ ജീവനോടെ വിട്ടു നൽകില്ലെന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. ഗസയിലും വെസ്റ്റ് ബംഗാളിലും കൂട്ടുകുരുതി തുടരുകയാണ് ഇസ്രായേൽ. ജബാലിയയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഷാദിയ അബുഗസാല സ്കൂളിലാണ് കുട്ടികളും സ്ത്രീകളുമടക്കം സിവിലിയന്മാരെ പോയിന്റ് ബ്ലാങ്കിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ വെടിവെച്ചു കൊന്നത്. അകത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു. അതേസമയം ഗസയിൽ അപ്രതീക്ഷിത തിരിച്ചടിയെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയുടെ വിലയിരുത്തൽ. യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇസ്രായേൽ മധ്യസ്ഥ നീക്കങ്ങൾ തേടിയെന്ന് റിപ്പോർട്ടുണ്ട്.
ലോകതലത്തിലെ വ്യാപക ഒറ്റപ്പെടൽ, കരയുദ്ധത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടി, ബൈഡൻ ഭരണകൂടവുമായുള്ള വിയോജിപ്പ് എന്നിവയ്ക്കിടയിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ വലയുകയാണ് ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം. വടക്കൻ ഗസയിൽ 2 സീനിയർ കമാൻഡർമാരടക്കം 10 സൈനികർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് സൈനിക മേധാവി തുറന്നു സമ്മതിച്ചു. ഹമാസ് നടത്തിയ ഒളിയാക്രമണത്തിലാണ് ഷുജായിൽ 9 പേർ കൊല്ലപ്പെട്ടത്. ഇന്നലെ മാത്രം പരിക്കേറ്റ 49 സൈനികരെയാണ് സൊറാക്ക ആശുപത്രിയിൽ എത്തിച്ചത്. ചെറുത്തുനിൽപ്പിന്റെ വീര്യവും പ്രഹരശേഷിയും ശത്രുവിനെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരാളികൾ വിജയിച്ചതായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. പോർവിമാനങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെയുള്ള യുദ്ധത്തിൽ ഹമാസിനെ ജയിക്കുക എളുപ്പമല്ല എന്ന തോന്നൽ സൈനികരിൽ രൂപപ്പെട്ടതായി വാൾ സ്ട്രീറ്റ് ജേണൽ. വടക്കൻ ഗസയിൽ ഹമാസിനെ ഇല്ലാതാക്കിയെന്ന അവകാശവാദത്തിനിടയിലാണ് കൂടുതൽ സൈനികർ മരിക്കുന്ന സാഹചര്യമുള്ളത്. സിവിലിയൻ കുരുതി ഒഴിവാക്കി ഹമാസിനെ അമർച്ച ചെയ്യാനാകില്ല എന്ന് പ്രതിരോധ മന്ത്രി ഗാറ്റിൻസ് US നേതൃത്വത്തെ അറിയിച്ചു. 2 മാസത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗസയിൽ മാത്രം 18,608 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,00,000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇന്നലെ മാത്രം 196 പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. യുദ്ധത്തിന് കനത്തതും വേദനാജനകവും പ്രയാസമേറിയതുമായ വിലയാണ് നാം നൽകി വരുന്നതെന്ന് ഇസ്രായേൽ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻഡസ് പറഞ്ഞു. ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം 435 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തി. അഷ്ദോദ് നഗരത്തിൽ ഹമാസ് റോക്കറ്റ് പതിച്ച് വ്യാപാര സമുച്ചയത്തിന് തകർച്ച സംഭവിച്ചു. തങ്ങളുടെ 8 നേതാക്കൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധത്തെ ഹമാസ് നിശ്ചിതമായി അപലപിച്ചു. ജനീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ സൈന്യം വെളുപ്പിനും ബോംബാക്രമണം നടത്തി. നന്ദി, നമസ്കാരം.